ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ദ സെറാങ് ഓഫ് രണഗഞ്ചി ബൈ എ.ജെ. ക്രോണി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. You know that A.J. Cronin, the physician of the ship, is extremely impressed by the service of Hassan. Imagine that after the voyage, Cronin writes a letter to the director of the company which owns the ship Ranaganji. Detailing the selfless service Hassan rendered during the voyage, he also requests the director to reward Hassan with a promotion in return for his service. Draft the letter which Cronin would write. അതായത് A.J. ക്രോണിന് ഹസൻ്റെ ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ട് നമ്മുടെ ഷിപ്പിൻ്റെ ഡയറക്ടർക്കൊരു ലെറ്റർ അയക്കുകയാണ്. അതായത് ഹസൻ വളരെ നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്കൊരു പ്രമോഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ലെറ്ററാണ് ഇവിടെ എഴുതുന്നത്. സോ ആ ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രം ടു ആണ്. ഫ്രം ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ലോർഡ് കേഴ്സൺ ലൈൻ, കൽക്കട്ട, 17 July 1940. To the director, Eastern Import Export Company, Strand, London. Dear Sir, subject Hassan, the Serang of Ranaganji. Our last trip to Calcutta was quite eventful. Ranaganji had nearly 1,500 passengers, mostly tourists and pleasure seekers. നമ്മുടെ അവസാന യാത്ര കൽക്കട്ടയിലേക്കായിരുന്നു. അത് ശരിക്കും ഒരു സംഭവബഹലമായ യാത്ര തന്നെയായിരുന്നു. നമുക്ക് 1500 പാസഞ്ചേഴ്സാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മിക്ക ആളുകളും ടൂറിസ്റ്റ് ആയിരുന്നു. The voyage to Calcutta began favorably in calm, clear weather and we passed Aden without any incident. Now we were in the Arabian Sea. അതായത് അത് തുടങ്ങുന്ന സമയത്ത് വളരെയധികം കാമായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഏതൻ പാസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അറേബ്യൻ സീയിലെത്തി. To our dismay and horror, we discovered that 2 of our lascar deck hands had smallpox. When I reported the matter to the captain, Mr. Hamble, he told me to keep the matter a secret as the news would spread panic among the passengers. അതായത് അറേബ്യൻ സീയിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് നമ്മുടെ വർക്കേഴ്സിൽ തന്നെ 2 പേർക്ക് സ്മോൾ പോക്സ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇത് ഞാൻ നമ്മുടെ ക്യാപ്റ്റൻ മിസ്റ്റർ ഹാമ്പിളിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കലും ഇത് ഈ ന്യൂസ് ലീക്ക് ആവാൻ പാടില്ല, കാരണം യാത്രക്കാരൊക്കെ വളരെയധികം പരിഭ്രാന്തരാകുമെന്ന് പറഞ്ഞു. I was quite worried and did not know what to do and how to cope with the problem. It was then I realized what good man Hassan, our Serang, was. അതായത് ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ വറീഡായി. ഈ പ്രോബ്ലം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹസൻ, അതായത് നമ്മുടെ സെറാങ്ക് എത്ര നല്ല മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം he told me not to worry. He made a shelter in the stern of the ship into which the infected patients were moved. He volunteered to nurse them without worrying about his own safety. അദ്ദേഹം നമ്മുടെ ഷിപ്പിൻ്റെ സ്റ്റേൺ, അതായത് ആ അറ്റം ഭാഗത്ത്, അഗ്രഭാഗത്തായിട്ട് ഒരു തുണികളൊക്കെ മറച്ച് കെട്ടിയിട്ട് ഒരു റൂം പോലെ ഉണ്ടാക്കി, ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. അവിടെയാണ് ഈ പേഷ്യൻസിനൊക്കെ അവർ മൂവ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വയം രക്ഷ പോലും നോക്കാതെ അവരൊക്കെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Later, more workers were diagnosed with smallpox. In all, we had 14 cases and Hassan took care of all of them without murmur and complaint. I was astonished at his selfless service and devotion. അതിനുശേഷം ഒരുപാട് ആളുകളെ വീണ്ടും സ്മോൾ പോക്സ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തു. പിന്നെ മൊത്തത്തിൽ 14 കേസോളം ഈ ഹസൻ മാത്രമായിട്ട് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. അവർ ശരിക്കും അവരുടെ സ്വയരക്ഷ കൂടി നോക്കാതെയാണ് അവരൊക്കെ നേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കംപ്ലൈൻറ്റ് പോലും കൂടാതെയാണ് ഹസന് ഇത്രയും പേഷ്യൻസിനൊക്കെ നേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ശരിക്കും അവരുടെ ആ സർവീസൊക്കെ കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു പോയി. Later, 2 sick men died. Hassan sewed their shrouds and read loud a short passage from the Ramayana. We should know that he himself was a devout Muslim, but he read the Ramayana because the persons who died were Hindus. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 ഇതുപോലെ സ്മോൾ പോക്സ് വന്ന 2 ആളുകൾ മരിക്കുകയുണ്ടായി. ആ സമയത്ത് ഹസൻ ഒരു മടിയും കൂടാതെ അവരുടെ കഫം തുന്നിയതിന് ശേഷം ഉറക്കെ രാമായണത്തിൽ ഒരു ഭാഗം വായിച്ചു. ഈ ഹസൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മുസ്ലിമാണ്, പക്ഷേ ഈ മരിച്ച ആളുകൾ ഹിന്ദുസ് ആയ കാരണം അദ്ദേഹം ഒരു മടിയും കൂടാതെ രാമായണത്തിലെ ഒരു ഭാഗം വായിച്ചു. ഇറ്റ് ഷോഡ് ഹിസ് റിലീജിയസ് ടോളറൻസ്. അത് അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഹി കാസ്റ്റ് ദ ബോഡീസ് ഓവർബോർഡ് അറ്റ് മിഡ് നൈറ്റ്. അതിനുശേഷം അദ്ദേഹം അർദ്ധരാത്രിയിൽ ഈ മൃതദേഹങ്ങൾ കടലിലേക്ക് എറിയുകയും ചെയ്തു. When we reached Colombo, the sick men were taken to the hospital.
Hassan was in the forefront to help them, although some of them were with running sores of smallpox. Normally, no one would dare to do such things, but Hassan did it. He really loved men. അതിനുശേഷം ഞങ്ങൾ കൊളംബോയിൽ എത്തിയ സമയത്ത് ഈ അസുഖം പിടിച്ച ആളുകളെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ സമയത്തും എല്ലാ കാര്യങ്ങളും ചെയ്ത് മുൻപന്തിയിൽ ഹസൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ചില ആളുകൾക്കൊക്കെ സ്മോൾ പോക്സ് വന്നിട്ട് ചില വ്രണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ മനുഷ്യരൊന്നും അതുമായിട്ട് അത് കൈകാര്യം ചെയ്യാനൊന്നും തീരെ ധൈര്യമില്ലാത്ത ആളുകളായിരിക്കും, കാരണം ആ രോഗം പകരുമെന്ന് പേടിച്ചിട്ട്. പക്ഷേ ഹസനിന് അങ്ങനത്തെ ഒരു പേടിയും കൂടാതെ ഇവരെല്ലാവരെയും അദ്ദേഹം ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. It is difficult to find such unselfish and self-sacrificing people like Hassan. ഈ കാലത്ത് ഇത്രയധികം സ്വാർത്ഥതയില്ലാത്തതും അതുപോലെ സ്വയം ത്യാഗം ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാൻ വളരെയധികം പാടാണ്. I strongly recommend that Hassan be given a promotion in recognition of his great services to the company. അദ്ദേഹം ഈ കമ്പനിയോട് ചെയ്ത വളരെയധികം വലിയ സർവീസുകൾക്ക് അദ്ദേഹത്തിന് തീർച്ചയായും ഒരു പ്രമോഷൻ കൊടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഹി ഷുഡ് ബി മെയ്ഡ് ദ ചീഫ് പെറ്റി ഓഫീസർ ഓഫ് രണഗഞ്ചി. രണഗഞ്ചിയുടെ ചീഫ് പെറ്റി ഓഫീസറായിട്ട് അദ്ദേഹത്തെ നിയമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഐ വിൽ ടോക്ക് ടു യു മോർ അബൌട്ട് ദ ട്രിപ്പ് ടു കൽക്കട്ട വൺ ഐ റിട്ടേൺ ടു ലണ്ടൻ. ഞാൻ ലണ്ടനിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഈ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു തരാം. വിത്ത് റിഗാർഡ്സ് A.J. ക്രോണിൻ, ചീഫ് ഫിസിഷ്യൻ ഓഫ് രണഗഞ്ചി. As the title suggests, Hassan is the central character of the story, The Serang of Ranaganji, written by Dr. A.J. ക്രോണിൻ. ഡോക്ടർ A.J. ക്രോണിൻ എഴുതിയ ദ സെറാങ് ഓഫ് രണഗഞ്ചി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഹസൻ. ഇൻ അപ്പിയറൻസ്, ഹി ഈസ് സ്ക്വാട്ട് ആൻഡ് അഗ്ലി വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. അവരെ കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു കുനിഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത്. അതുപോലെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. അവരുടെ ചെറിയ കാലുകളായിരുന്നു. അതുപോലെ അവരുടെ തല എന്ന് പറയുന്നത് ഒരു നല്ലൊരു അനുപാതത്തിലല്ല ഇരുന്നിരുന്നത്. ദാറ്റ് ഈസ് വൈ ജോബ് സ്മിത്ത് കോൾസ് ഹിം ആൻ അബ്സേർഡ്ലി കോമിക് ക്രിയേച്ചർ. അതുകൊണ്ട് തന്നെ ജോബ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരെ ഒരു അസംബന്ധമായ ഹാസ്യം തോന്നിക്കുന്നൊരു ജീവി എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അതായത് കണ്ടാൽ ചിരി വരുമെന്നാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് ദ ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് ഹു ഈസ് ഇൻ ചാർജ് ഓഫ് ദ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദ ബാഗേജ്. കപ്പലിലേക്കുള്ള ചരക്കുകൾ കയറ്റുന്നതും ഇറക്കുന്നതും നോക്കുന്ന ഇൻചാർജ് ആയിരുന്നു ഹസൻ അവിടെ ഉണ്ടായിരുന്നത്. ഹീ ഈസ് ഒറിജിനലി ഫ്രം ദ പഞ്ചാബ്, ബട്ട് ഹി ഹാസ് നോ പ്ലേസ്, ഫാമിലി ഓർ ഫ്രണ്ട്സ് ഓൺ ഷോർ. ഹി ഹാസ് സ്പെൻഡ് 45 years ഓഫ് ഹിസ് ലൈഫ് ഓൺ ഡിഫറെൻറ്റ് ഷിപ്സ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള നാടെന്ന് പറയുന്നത് പഞ്ചാബാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 45 വർഷവും കടലിലെ ഓരോ ഷിപ്പിലായിട്ടും കഴിഞ്ഞു കൂടിയത് കൊണ്ട് തന്നെ അവർക്ക് തീരത്ത് സ്വന്തമായിട്ടൊരു സ്ഥലമോ അല്ലെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സും ഒന്നും തന്നെയില്ല. ദ പാസ്റ്റ് 15 years ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദ രണഗഞ്ചി. ഹി ഈസ് എ മുസ്ലിം ബൈ റിലീജിയൻ. കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം ഈ രണഗഞ്ചിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു മുസ്ലിം കൂടിയാണ്. ഇറ്റ്സ് ട്രൂ ദാറ്റ് ഹാർഡ് ടൈംസ് റിവീൽസ് യുവർ ട്രൂ ക്യാരക്ടർ. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മുടെ തനി സ്വഭാവം പുറത്തു വരുന്നതെന്ന് പറയുന്നത് വളരെ സത്യമാണ്. അപ്പിയറൻസസ് ക്യാൻ ബി ഡിസെപ്റ്റീവ്. When smallpox is reported on the crowded ship, it is Hassan who willingly comes forward to assist the author, who is also the ship's doctor. അതായത് നമ്മുടെ ഷിപ്പിൽ സ്മോൾ പോക്സ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ റൈറ്ററിനോട് കൂടെ നല്ല രീതിയിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ചത് നമ്മുടെ ഹസനാണ്. While assigning him to the doctor, Captain Hamble pays him the biggest compliment by saying that he is the finest man he has. ആ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഹാമ്പിൾ പറയുന്നുണ്ട് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് കൂടി പറയുന്നുണ്ട്. Hassan is a man of few words. He has a silent efficiency and an ability to find solution to problems quickly. അദ്ദേഹം വളരെ ഒരു നല്ല ആളായിരുന്നു. അദ്ദേഹത്തിന് എന്ത് പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്നൊരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് കഴിയുമായിരുന്നു. When they find no space to isolate the patients in the crowded ship, it is he who suggests making a shelter on the afterdeck safely away from the other passengers. അതായത് ഈ സ്മോൾ പോക്സ് വന്നിട്ടുള്ള പേഷ്യൻസിനൊക്കെ എവിടേക്ക് മാറ്റും എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ഒരു ചർച്ച വന്ന സമയത്ത് ഹസനാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ഷിപ്പിൻ്റെ അഗ്രഭാഗത്തേക്ക് ഒരു ക്ലോത്തൊക്കെ മറച്ച് കെട്ടിയിട്ട് ഒരു ഷെൽട്ടർ ആക്കിയിട്ട് പേഷ്യൻസിനൊക്കെ അവിടേക്ക് മാറ്റാം എന്നുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തത് ഹസനാണ്. Hassan is very compassionate. Even though it is not a part of his duty, he volunteers to do the risky job. When the doctor asks him to be careful, he says, "Do not worry, Dr. Sahib, I am strong and it is my work too." അതുപോലെ തന്നെ ഹസൻ വളരെ ഒരു അനുകമ്പയുള്ള ഒരാളാണ്. കാരണം ഈ
പേഷ്യൻസിനൊക്കെ വോളണ്ടിയർ ചെയ്യുക എന്നുള്ളത് തൻ്റെ ഡ്യൂട്ടി അല്ലാഞ്ഞിട്ട് പോലും ഒരു മടിയും കൂടാതെ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഹസൻ, നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നീ വളരെ സൂക്ഷിക്കണം, കാരണം സ്മോൾ പോക്സ് പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഡോക്ടറെ, ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്, കൂടാതെ ഇതെൻ്റെ ഒരു ജോലി കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. At Colombo, when he carries a man with a running sores with his own hands, the dark cheeks of the Serang is wet with tears of compassion. He is unmistakably sincere. അതായത് കോളംബോയിലെത്തിയ സമയത്ത് ഇവർ അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് ആ പേഷ്യൻസിൽ ഒരാൾക്ക് വളരെയധികം ജീർണിച്ചൊരു വ്രണം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു മടിയും കൂടാതെ സ്വന്തം കൈകൾ കൊണ്ട് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് ഹസൻ എടുത്തുകൊണ്ടുപോയി. അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ശരിക്കൊരു ആത്മാർത്ഥതയുള്ള ഒരാളാണെന്ന്. Even in the situation that can test the strongest nerves, the Serang is calm and unperturbed. The doctor remembers with gratitude the hope, the fresh heart and the solace he got from the mere presence of Hassan. ഈ ഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ പോലും സെറാങ് വളരെയധികം ശാന്തനും അതുപോലെ അസ്വസ്ഥത ഒട്ടും തന്നെ അദ്ദേഹത്തിനില്ലായിരുന്നു. ഹസൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച പ്രതീക്ഷയും പുതുമനസ്സും ആശ്വാസവും ഡോക്ടർ എന്നും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. Something that sets him apart from the common folk is his attitude towards money. When the doctor suggests that he deserves extra payment, he says, "What use is money, Dr. Sahib, to one who has all he needs? I am well enough the way I am." Money had no interest for him. He had courage, self-control and faith. പണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് സാധാരണക്കാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കാരണം അധിക പ്രതിഫലം അർഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ സമയത്തും അവരുടെ നോക്കൂ ഡോക്ടർ സാഹിബ്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്, വേറെ എന്ത് പ്രയോജനമാണ് എനിക്ക് പണം കൊണ്ടുള്ളത്, ഞാനിവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് പണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ധൈര്യവും ആത്മനിയന്ത്രണവും വിശ്വാസവും വളരെയധികം ഉണ്ടായിരുന്നു.